Good afternoon. ഇന്ന് നമ്മളോട് ഡിസ്കസ് ചെയ്യുന്നത് ചാപ്റ്റർ 5 ആണ് ജേണൽ. ജേണലിന്റെ മീനിങ് നോക്കാം. Journal is a book of account in which all day-to-day business transactions are recorded in a chronological order, that is, in the order of their occurrence. അപ്പോൾ ജേണൽ എന്ന് പറയുന്നത് ഡേ ടു ഡേ ബിസിനസ് ട്രാൻസാക്ഷൻസിനെ ക്രോണോളജിക്കൽ ഓർഡറിൽ റെക്കോർഡ് ചെയ്തു വെക്കുന്ന ഒരു ബുക്കാണ്. ക്രോണോളജിക്കൽ ഓർഡർ എന്ന് പറഞ്ഞാൽ എപ്പോഴാണോ ട്രാൻസാക്ഷൻസ് സംഭവിച്ചത് അതിന്റെ ഓർഡറിൽ തന്നെ ട്രാൻസാക്ഷൻസിനെ നമ്മൾ ബുക്കിൽ റെക്കോർഡ് ചെയ്യുന്നു. അങ്ങനെ എല്ലാ ട്രാൻസാക്ഷൻസിനെയും നമ്മൾ ക്രോണോളജിക്കൽ ഓർഡറിൽ റെക്കോർഡ് ചെയ്തു വെക്കുകയാണെങ്കിൽ ആ ബുക്കിനെ നമ്മൾ ജേണൽ എന്ന് വിളിക്കും. The transaction when recorded in a journal are known as entries. അപ്പോൾ ട്രാൻസാക്ഷൻസ് എപ്പോഴാണ് നമ്മൾ ജേണലിൽ റെക്കോർഡ് ചെയ്യുന്നത് അപ്പോൾ തൊട്ട് നമ്മൾ അതിനെ എന്ത് വിളിക്കുന്നു? എൻട്രീസ് എന്ന് വിളിക്കുന്നു. ഇറ്റ് ഈസ് ദ ബുക്ക് ഇൻ വിച്ച് ട്രാൻസാക്ഷൻസ് ആർ റെക്കോർഡഡ് ഫോർ ദ ഫസ്റ്റ് ടൈം. ട്രാൻസാക്ഷൻ ഫസ്റ്റ് ടൈമിൽ റെക്കോർഡ് ചെയ്തു വെക്കുന്ന ബുക്കാണ് ജേണൽ. അതുകൊണ്ട് തന്നെ ജേണലിനെ ഓൾസോ നോൺ ആസ് ബുക്ക് ഓഫ് ഒറിജിനൽ റെക്കോർഡ് ഓർ ബുക്ക് ഓഫ് പ്രൈമറി എൻട്രി. The process of recording transaction in journal is known as journalizing. Transactions ജേണൽ റെക്കോർഡ് ചെയ്തു വെക്കുന്ന പ്രോസസ്സിനെ ജേർണലൈസിംഗ് എന്ന് പറയുന്നു. In small business houses, generally one journal book is maintained in which all the transactions are recorded. അപ്പോൾ ഒരു ചെറിയൊരു ബിസിനസ് സംരംഭമാണെങ്കിൽ അവിടെ ഒരു ജേണൽ ബുക്ക് മാത്രമേ മെയിൻറ്റെയിൻ ചെയ്യുന്നുള്ളൂ. കാരണം അവിടെ എന്താ ട്രാൻസാക്ഷൻസ് കുറച്ച് ട്രാൻസാക്ഷൻ മാത്രമായിരിക്കും നടക്കുന്നത്. അതുകൊണ്ട് ഒരു ബുക്കിന്റെ ആവശ്യമുള്ളൂ. അപ്പൊ എല്ലാ ട്രാൻസാക്ഷൻസും ആ ഒരു ജേണൽ ബുക്കിലായിരിക്കും റെക്കോർഡ് ചെയ്യുന്നത്. ബട്ട് ഇൻ കേസ് ഓഫ് ബിഗ് ബിസിനസ് ഹൗസസ് ആസ് എ ട്രാൻസാക്ഷൻസ് ആർ ക്വൈറ്റ് ലാർജ് ഇൻ നമ്പർ. അപ്പൊ ഒരു വലിയൊരു ബിസിനസ് സംരംഭമാണെങ്കിൽ അവിടെ എങ്ങനെയായിരിക്കും ട്രാൻസാക്ഷൻസ് ഒക്കെ ലാർജ് ഇൻ നമ്പേഴ്സ് ആയിരിക്കും. സോ അതുകൊണ്ട് തന്നെ ജേണലിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? സബ് ഡിവൈഡ് ചെയ്യുന്നു. അതിനെയാണ് സ്പെഷ്യൽ ജേണൽ എന്ന് വിളിക്കുന്നത്. ജേണൽ ഈസ് ഡിവൈഡഡ് ഇൻ ടു വേരിയസ് ടൈപ്പ് ഓഫ് ബുക്ക്. അപ്പോൾ വേരിയസ് ടൈപ്പ് ബുക്കായിട്ട് ജേണലിനെ ഡിവൈഡ് ചെയ്യുന്നു. അതാണ് സ്പെഷ്യൽ ജേണൽ എന്ന് വിളിക്കുന്നത്. അങ്ങനെ നമ്മൾ ജേണലിനെ തരംതിരിക്കുന്നത് ട്രാൻസാക്ഷന്റെ നേച്ചറിലായിരിക്കും. അതായത് ഇൻ വിച്ച് ട്രാൻസാക്ഷൻസ് ആർ റെക്കോർഡഡ് ഡിപ്പെൻഡിങ് അപ്പോൺ ദ നേച്ചർ ഓഫ് ദി ട്രാൻസാക്ഷൻ. ദാറ്റ് ഈസ് ഓൾ ക്രെഡിറ്റ് സെയിൽ ഇൻ സെയിൽസ് ബുക്ക്, ഓൾ ക്യാഷ് ട്രാൻസാക്ഷൻ ഇൻ ദ ക്യാഷ് ബുക്ക് ആൻഡ് സോ ഓൺ. അപ്പോൾ ഓരോ ട്രാൻസാക്ഷന്റെ നേച്ചറിൽ നമ്മൾ സ്പെഷ്യൽ ജേണൽ പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ക്രെഡിറ്റ് സെയിൽ ആണെങ്കിൽ സെയിൽസ് ബുക്കിൽ കാണിക്കും, ക്യാഷ് സെയിൽ അല്ലെങ്കിൽ ക്യാഷ് ട്രാൻസാക്ഷൻ ആണെങ്കിൽ അത് ക്യാഷ് ബുക്കിൽ കാണിക്കുന്നു. ജേണലിന്റെ ഫോർമാറ്റ് നോക്കാം. Every page of journal has the following format. It is a columnar book. Each column is given a name written on its top. അപ്പോൾ ജേണൽ എന്ന് പറയുന്നത് ഏതൊരു ജേണൽ പ്രിപ്പയർ ചെയ്താലും ഈ സെയിം ഫോർമാറ്റ് ആയിരിക്കും. ഇതൊരു കോളംനർ ബുക്കാണ്. എല്ലാ കോളത്തിന്റെയും ടോപ്പിൽ തന്നെ അതിന്റെ നെയിമും മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പൊ 5 കോളായിട്ടാണ് നമ്മൾ ജേണൽ പ്രിപ്പയർ ചെയ്യുന്നത്. ഫസ്റ്റ് കോളത്തിൽ ഡേറ്റ്, എന്നാണോ ആ ട്രാൻസാക്ഷൻസ് സംഭവിച്ചത് ആ ഡേറ്റ് കാണിക്കുന്നു. പർട്ടിക്കുലേഴ്സ് കോളത്തിൽ ആ ട്രാൻസാക്ഷന്റെ എഫക്റ്റഡ് അക്കൗണ്ട്സിൽ എൻട്രി നമ്മൾ എഴുതുന്നു. ഡെബിറ്റ് ഓർ ക്രെഡിറ്റ് എൻട്രി എഴുതുന്നു. ലെഡ്ജർ ഫോളിയോ മീൻസ് ആ ഒരു ട്രാൻസാക്ഷന്റെ റെഫറൻസ് ഒരു നമ്പർ, ഇതൊക്കെയാണ് ലെഡ്ജർ ഫോളിയോ. അത് എപ്പോൾ നമ്മൾ ജേണൽ പ്രിപ്പയർ ചെയ്താലും നോർമലി നമ്മൾ അത് എംപ്റ്റി ആയിട്ടാണ് ഇടാറ്. ഇനി ഡെബിറ്റ് എമൗണ്ട് ആണ് DR, ഡെബ്റ്റർ എമൗണ്ട് എന്ന് കാണിക്കുന്ന DR എമൗണ്ട് എന്ന് പറയുന്നത് ഡെബിറ്റ് എമൗണ്ടും അതുപോലെ തന്നെ ക്രെഡിറ്റ് എമൗണ്ടും. ഇനി നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. കോളം വൈസ് ഡീറ്റെയിൽസ് ഓഫ് ജേണൽ. അതിൽ ഫസ്റ്റ് തന്നെ ഡേറ്റ് ആണ്. നേരത്തെ പറഞ്ഞതുപോലെ ഒരു ട്രാൻസാക്ഷൻസ് സംഭവിക്കുന്ന ഇയറും മന്തും ആണ് നമ്മൾ അതിൽ എഴുതുന്നത്. ഇൻ ദിസ് കോളം we record the date of the transaction with its month and accounting year. We write year only once at the top and need not to repeat it with every date. അപ്പോൾ ഒരു ട്രാൻസാക്ഷൻ എന്നാണ് സംഭവിച്ചത് അതിന്റെ അക്കൗണ്ടിങ് ഇയറും മന്തും മാത്രമാണ് എന്ത് നമ്മൾ ഡേറ്റ് കോളത്തിൽ കാണിക്കുന്നത്. അതുപോലെ തന്നെ ഇയർ നമ്മൾ ടോപ്പിൽ കാണിക്കും. പിന്നെ വീണ്ടും ആ ഇയർ റിപ്പീറ്റ് ചെയ്ത് എഴുതില്ല. പകരം മന്തും ആ ഒരു ഡേറ്റ് എന്നാണോ അത് മാത്രമേ മാറുന്നുള്ളൂ. ഫോർ എക്സാമ്പിൾ ഡേറ്റ് 2014 ഏപ്രിൽ 15 ആണ്. 2014 നമ്മൾ ടോപ്പിൽ എഴുതിയിട്ടുണ്ടാവും. പിന്നെ എപ്പോഴും അത് റിപ്പീറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഇനി അടുത്തത് പർട്ടിക്കുലേഴ്സ്. The accounts affected by transaction, that is the account which have to be debited or credited, are recorded in this column. അപ്പോൾ ഒരു ട്രാൻസാക്ഷൻ എഫക്ട് ചെയ്ത അക്കൗണ്ട് ആണ് പർട്ടിക്കുലേഴ്സ് കോളത്തിൽ കാണിക്കുന്നത്. അതായത് അക്കൗണ്ട്സ് ഏത് അക്കൗണ്ട് ആണോ നമ്മൾ ഡെബിറ്റ് ചെയ്യുന്നത്, ഏതാണ് ക്രെഡിറ്റ് ചെയ്യുന്നത് എന്നാണ് പർട്ടിക്കുലേഴ്സ് കോളത്തിൽ കാണിക്കുന്നത്. അതിൽ ഫസ്റ്റ് ലൈനിൽ തന്നെ നമ്മൾ കാണിക്കുന്നത് എന്താണ്? ഒരു ഏതാണോ ഡെബിറ്റ് ചെയ്തത് അതിനെ
DR എന്ന് ഡെബിറ്റിന്റെ ഷോർട്ട് ആണ് DR എന്ന് സൂചിപ്പിച്ച് കാണിക്കും. അതുപോലെ സെക്കൻഡ് ലൈനിൽ ടു മെൻഷൻ ചെയ്യുന്നത് ക്രെഡിറ്റിനെയാണ്. അതിനുശേഷം തേർഡ് ലൈനിൽ നരേഷൻ ബ്രാക്കറ്റിൽ നമ്മൾ ആ ഒരു ട്രാൻസാക്ഷനെ കുറിച്ചുള്ള ബ്രീഫ് എക്സ്പ്ലനേഷനും കാണിക്കും. ഇങ്ങനെ ഈ 3 ലൈനായിട്ടാണ് എന്ത് പർട്ടിക്കുലേഴ്സ് കോളത്തിൽ വരുന്നത്. അടുത്തത് ലെഡ്ജർ ഫോളിയോ. The transaction entered in the journal is posted to the various related accounts in the ledger. അപ്പോൾ ജേണലിൽ നമ്മൾ എൻ്റർ ചെയ്ത ട്രാൻസാക്ഷൻസിനെ എല്ലാം നമ്മൾ വേറൊരു റിലേറ്റ് ചെയ്ത് കിടക്കുന്ന ഒരു ലെഡ്ജർ അക്കൗണ്ടിലേക്ക് നമ്മൾ പോസ്റ്റ് ചെയ്യാറുണ്ട്. ലെഡ്ജർ സെപ്പറേറ്റ് പ്രിപ്പയർ ചെയ്യാറുണ്ട്. അതാണ് ലെഡ്ജർ ഫോളിയോ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ വേറൊരു ചാപ്റ്റർ അത് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. Okay, in ledger folio column, we enter the page number where the account pertaining to the entries opened and posted from the journal is made. അപ്പോൾ ഇല്ല ലെഡ്ജർ ഫോളിയോ കോളത്തിൽ നമ്മൾ ആ അക്കൗണ്ടിന്റെ പേജ് നമ്പർ ഏതാണോ അല്ലെങ്കിൽ അതിനുള്ള റെഫറൻസ് ഏതാണോ അതായിരിക്കും നമ്മൾ ലെഡ്ജർ ഫോളിയോ എന്ന കോളത്തിൽ കാണിക്കുന്നത്. അടുത്തത് ഡെബ്റ്റർ ഓർ ഡെബിറ്റ് എമൗണ്ട്. ഇൻ ദിസ് കോളം ദ എമൗണ്ട് ടു ബി ഡെബിറ്റഡ് ഇസ് റിട്ടേൺ അഗെയിൻസ്റ്റ് ദ സെയിം ലൈൻ ഇൻ വിച്ച് ദ ഡെബിറ്റഡ് അക്കൗണ്ട് ഇസ് റിട്ടേൺ. അപ്പൊ എന്താണ് നമ്മൾ ഒരു ട്രാൻസാക്ഷൻ ഇതുമായി എൻട്രി ചെയ്തുമ്പോൾ അതിൽ ഡെബിറ്റ് ചെയ്തതിന്റെ നേരെ തന്നെ ഡെബിറ്റ് എമൗണ്ട് കാണിക്കുന്നു. അതുപോലെ തന്നെ ക്രെഡിറ്റ് ആണെങ്കിൽ ക്രെഡിറ്റ് ചെയ്തതിന്റെ നേരെ തന്നെ ക്രെഡിറ്റ് എമൗണ്ടും കാണിക്കുന്നു. എക്സാമ്പിൾ ഒന്ന് നോക്കാം. പെയ്ഡ് 4,000 റെന്റ് ഓൺ 1st April 2014. 2014 ഏപ്രിൽ 1 4000 രൂപ റെന്റ് ആണ് പെയ്ഡ് ചെയ്തത്. അപ്പോൾ നമ്മുടെ എൻട്രി വരുന്നത് റെന്റ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് അക്കൗണ്ട്. അപ്പോൾ എന്താണ് റെന്റ് ആണ് നമ്മൾ ഡെബിറ്റ് ചെയ്തത്. അപ്പോൾ 4,000 ഡെബിറ്റ് എമൗണ്ട് കോളത്തിൽ കാണിച്ചു. അതുപോലെ തന്നെ ടു ക്യാഷ് എന്ന് പറഞ്ഞാൽ ക്രെഡിറ്റ് ആണ് ടു സൂചിപ്പിക്കുന്നത്. അപ്പോൾ ക്രെഡിറ്റ് കോളത്തിൽ 4000 കാണിച്ചു. ബ്രാക്കറ്റിൽ നമ്മൾ നരേഷൻ കൊടുത്തു റെന്റ് പെയ്ഡ് ഇൻ ക്യാഷ്. ഒരു ബ്രീഫ് എക്സ്പ്ലനേഷൻ ആണ് നരേഷൻ എന്ന് പറയുന്നത് ആ ട്രാൻസാക്ഷനെ കുറിച്ച്. അത് ബ്രാക്കറ്റിൽ കാണിക്കും. പിന്നെ അതുപോലെ തന്നെ എന്നാണോ ഡേറ്റ് 2014 1st April ആണ്. ഇതാണ് എന്ത് ഒരു ജേർണൽ പ്രിപ്പയർ ചെയ്യുന്നതിന്റെ ഫോർമാറ്റ്. അടുത്തത് പ്രോസസ് ഓഫ് ജേർണലൈസിങ്. ഒരു ജേർണൽ പ്രിപ്പയർ ചെയ്യുമ്പോൾ എന്തൊക്കെ സ്റ്റെപ്സ് ആണ് ഉള്ളതെന്നാണ് നമ്മൾ നോക്കുന്നത്. ഇനി അടുത്തത് ഐഡന്റിഫൈ ദ അക്കൗണ്ട്സ്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് തന്നെ അക്കൗണ്ട്സ് ഐഡന്റിഫൈ ചെയ്യുന്നതാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ദ അഫക്റ്റഡ് അക്കൗണ്ട് ഓഫ് ദി അക്കൗണ്ടിങ് ട്രാൻസാക്ഷൻസ് ആർ ഐഡന്റിഫൈഡ്. ഒരു അക്കൗണ്ടിങ് ട്രാൻസാക്ഷൻ നടക്കുമ്പോൾ അതിനെ അഫക്ട് ചെയ്തിട്ടുള്ള അക്കൗണ്ട്സ് ഏതൊക്കെയാണെന്ന് ആദ്യം തന്നെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. For example, if the transaction of goods worth 10,000 are purchased for cash. അപ്പോൾ 10,000 രൂപയ്ക്ക് നമ്മൾ ഗുഡ്സ് പർച്ചേസ് ചെയ്ത് എന്നതാണ് ഒരു ട്രാൻസാക്ഷൻ പറയുന്നത്. അപ്പോൾ അതിൽ വരുന്നത് 2 അക്കൗണ്ട്സ് ആണ്. ഒന്ന് പർച്ചേസും ഒന്ന് ക്യാഷും ആണ്. അപ്പൊ ഈ 2 അക്കൗണ്ട്സ് ആണ് ഇത് എഫക്റ്റഡ് അക്കൗണ്ട്സ് എന്ന് പറയുന്നത്. ഇത് രണ്ടും ഐഡന്റിഫൈ ചെയ്യുക എന്നതാണ് എന്ത് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. Second one, recognize the type of accounts. Next, we determine the type of affected accounts. Example, in the above case, purchase account and cash account are expense and asset account are respectively. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നമ്മൾ ഏതൊക്കെയാണ് അഫക്റ്റഡ് അക്കൗണ്ട് എന്ന് ഐഡന്റിഫൈ ചെയ്തു. അതിനുശേഷം ആ അക്കൗണ്ട് ഏത് ടൈപ്പ് ആണെന്ന് ഐഡന്റിഫൈ ചെയ്യുക എന്നതാണ് എന്ത് റെക്കഗ്നൈസ് ചെയ്യുക എന്നതാണ് എന്ത് രണ്ടാമത്തെ സ്റ്റെപ്പ്. അതായത് മുമ്പ് പറഞ്ഞ ട്രാൻസാക്ഷനിൽ പർച്ചേസും ക്യാഷും ആയിരുന്നു അഫക്റ്റഡ് അക്കൗണ്ട്. ഇത് രണ്ടും എന്ത് ടൈപ്പ് അക്കൗണ്ട് ആണെന്നാണ് നമ്മൾ റെക്കഗ്നൈസ് ചെയ്യേണ്ടത്. പർച്ചേസ് ആണെങ്കിൽ എന്താണ് എക്സ്പെൻസ് അക്കൗണ്ട് ആണ്. ക്യാഷ് ആണെങ്കിൽ അസറ്റ് അക്കൗണ്ട് ആണ്. അത് റെക്കഗ്നൈസ് ചെയ്യുക എന്നതാണ് എന്ത് സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. മൂന്നാമത്തെ അപ്ലൈ ദ റൂൾസ് ഓഫ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ്. അതിനുശേഷം നമ്മൾ ഏതിനാണ് ഡെബിറ്റ് കൊടുക്കുന്നത് ഏതിനാണ് ക്രെഡിറ്റ് കൊടുക്കേണ്ടത് എന്നത് അപ്ലൈ ചെയ്യുക എന്നതാണ് എന്ത് മൂന്നാമത്തെ സ്റ്റെപ്പ്. Then the rule of debit and credit are applied to the affected accounts. അപ്പോൾ നമ്മൾ പർച്ചേസ് ആണ് നടക്കുന്നതെങ്കിൽ പർച്ചേസ് അക്കൗണ്ട് ഡെറ്റ് ടു ക്യാഷ് ആണ് വരുന്നത്. അപ്പോൾ പർച്ചേസ് നമ്മൾ ഡെബിറ്റ് ചെയ്തു, ക്യാഷ് നമ്മൾ ക്രെഡിറ്റ് ചെയ്തു. ഇനി അതുപോലെ തന്നെ however for the revision purpose these are given below. അപ്പോൾ ഏതൊക്കെ നമ്മൾ അതിന്റെ റൂൾസ് ആണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. അസറ്റ് ആൻഡ് എക്സ്പെൻസസ് അക്കൗണ്ട്സ് ആർ ഡെബിറ്റഡ് if there is an increase and credit if there is an decrease. അപ്പോൾ അസറ്റ് ആയാലും എക്സ്പെൻസ് ആണെങ്കിലും നമ്മൾ അത് കൂടുകയാണെങ്കിൽ ഡെബിറ്റ് ചെയ്യും, അത് കുറയുകയാണെങ്കിൽ ക്രെഡിറ്റ് ചെയ്യും. ഈ ലയബിലിറ്റി, ക്യാപിറ്റൽ, റവന്യൂ ഇതെല്ലാം കുറയുകയാണെങ്കിൽ ഡെബിറ്റ് ചെയ്യും, കൂടുകയാണെങ്കിൽ ക്രെഡിറ്റ് ചെയ്യും. അപ്പോൾ ഇത് രണ്ടും അസറ്റും ലയബിലിറ്റീസും എന്താണ് അസറ്റും ലയബിലിറ്റീസും എന്താണ് നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ്. കൂടുമ്പോൾ അസറ്റ് ഡെബിറ്റ് ചെയ്യുകയാണെങ്കിൽ ലയബിലിറ്റി കൂടുമ്പോൾ ക്രെഡിറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് കമ്പയർ ചെയ്ത് പഠിക്കുക. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമിന്റെ ജേർണലൈസ് ചെയ്തിട്ടുള്ള ഒരു
ട്രാൻസാക്ഷൻ ആണ് ഈ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞു 10,000 റുപ്പീസിനാണ് നമ്മൾ ഗുഡ്സ് പർച്ചേസ് ചെയ്തതെന്ന് പറഞ്ഞു. അപ്പോൾ പർച്ചേസ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് അക്കൗണ്ട് ആണ് ഇത് എൻട്രി വരുന്നത്. അതിൽ പർച്ചേസ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്തു 10,000 ഡെബിറ്റ് കോളത്തിലും ക്യാഷ് ക്രെഡിറ്റ് ചെയ്തു 10,000 ക്രെഡിറ്റ് കോളത്തിലും കാണിച്ചു. നരേഷൻ ഗുഡ്സ് പർച്ചേസ്ഡ് ഫോർ ക്യാഷ് നമ്മൾ ബ്രാക്കറ്റിൽ കാണിച്ചു. നെക്സ്റ്റ് വൺ, കോമ്പൗണ്ട് ആൻഡ് അഡ്ജസ്റ്റിംഗ് എൻട്രീസ്. The entries that affect more than 2 accounts, such entries are called compound and combined entries. അപ്പോൾ രണ്ട് അക്കൗണ്ട്സിന് കൂടുതൽ അക്കൗണ്ട്സിനെ എൻട്രീസ് അഫക്റ്റ് ചെയ്യുന്നെങ്കിൽ ആ എൻട്രീസിനെയാണ് എന്ത് കോമ്പൗണ്ട് ഓർ കമ്പൈൻഡ് എൻട്രീസ് എന്ന് പറയുന്നത്. മോർ ദാൻ 2 അക്കൗണ്ട്സിനെ എന്തെങ്കിലും എൻട്രീസ് അഫക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ കമ്പൈൻഡ് ഓർ കോമ്പൗണ്ട് എൻട്രീസ് എന്ന് പറയും. A simple journal entry contains only one debit and credit. അപ്പോൾ ഒരു സിമ്പിൾ ജേർണൽ എൻട്രി എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ഒരു ഡെബിറ്റും ഒരു ക്രെഡിറ്റും ആണ് ഉള്ളത്. If an entry contains more than one debit or credit both, that entry is known as compound journal entry. അപ്പോൾ സാധാരണഗതിയിൽ ഒരു സിമ്പിൾ ജേർണൽ എൻട്രി എന്ന് പറഞ്ഞാൽ അവിടെ 1 ഡെബിറ്റും 1 ക്രെഡിറ്റ് ആണ് ഉള്ളത്. എന്നാൽ മോർ ദാൻ 1 ഡെബിറ്റും ക്രെഡിറ്റും വന്നാൽ ആ എൻട്രീനെ നമ്മൾ കോമ്പൗണ്ട് ജേർണൽ എൻട്രി എന്ന് വിളിക്കുന്നു. Actually, a compound journal entry is a combination of 2 or more simple journal entries. രണ്ടോ അതിലധികമോ സിമ്പിൾ ജേർണൽ എൻട്രീസിന്റെ ഒരു കോമ്പിനേഷൻ ആണ് എന്ത് കോമ്പൗണ്ട് ജേർണൽ എൻട്രി എന്ന് പറയുന്നത്. Thus, compound journal entry can be made in the following 3 ways. അതുകൊണ്ട് തന്നെ 3 രീതിയിലാണ് കോമ്പൗണ്ട് ജേർണൽ എൻട്രീസ് നമ്മൾ ചെയ്യുന്നത്. ഫസ്റ്റ് വൺ, ബൈ ഡെബിറ്റിംഗ് 1 account and crediting more than 1 account. ഒരു അക്കൗണ്ട് ഡെബിറ്റ് ചെയ്തും മോർ ദാൻ 1 account ക്രെഡിറ്റ് ചെയ്തിട്ടും ഉള്ള ഒരു ഫോർമാറ്റ്. പിന്നെ ബൈ ഡെബിറ്റ് മോർ ദാൻ 1 account ആൻഡ് ക്രെഡിറ്റും 1 account. ഒന്നിലധികം അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്തും ഒരു അക്കൗണ്ടിന് ക്രെഡിറ്റ് ചെയ്തും. പിന്നെ മൂന്നാമത്തെ ബൈ ഡെബിറ്റ് മോർ ദാൻ 1 account. ഒന്നിലധികം അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്തും അതുപോലെ തന്നെ ഒന്നിലധികം അക്കൗണ്ടിന് ക്രെഡിറ്റ് ചെയ്തും. ഇങ്ങനെ 3 ഫോർമാറ്റിലാണ് എന്ത് കോമ്പൗണ്ട് എൻട്രീസ് നമ്മൾ ചെയ്യുന്നത്. ഇനി എക്സാമ്പിൾ ആണ് കോമ്പൗണ്ട് എൻട്രീസിന്റെ എക്സാമ്പിൾ ആണ് നോക്കുന്നത്. ഫസ്റ്റ് വൺ, ബാഡ് ഡെബ്റ്റ്സ്. എന്താ ബാഡ് ഡെബ്റ്റ്സ് എന്ന് പറയുന്നത്? when a debtor fails to pay the full amount due to him, the unpaid amount is known as a bad debt. ഒരു ഡെബ്റ്ററിനെ സംബന്ധിച്ച്, ഡെബ്റ്റർ ആരാണ്? കടം മേടിക്കുന്ന, ബിസിനസ്സിൽ നിന്ന് കടമായിട്ട് മേടിക്കുന്ന വ്യക്തികളെയാണ് ഡെബ്റ്റർ എന്ന് പറയുന്നത്. അവരപ്പോ ആ എമൗണ്ട് പേ ചെയ്യാനായിട്ട് എന്താണ് ഫെയിൽ ആവുകയാണെങ്കിൽ ആ അൺപെയ്ഡ് എമൗണ്ട്, പേ ചെയ്യാത്ത എമൗണ്ട് ആണ് ഇത് ബാഡ് ഡെബ്റ്റ്സ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, എ ബിസിനസ് കൺസേൺ റിസീവ്സ് 8,000 out of 10,000 ഡ്യൂ ഫ്രം ഹരീഷ്. അപ്പോൾ ഒരു ബിസിനസ് കൺസേൺ 10,000 രൂപയിൽ 8,000 ആണ് ഡ്യൂ, ഹരീഷിൽ നിന്ന് ഡ്യൂ വന്നിരിക്കുന്നത്. ഹി ഈസ് അൺഎബിൾ ടു പേ ദ ബാലൻസ് എമൗണ്ട്. ദസ് ദ റിമൈനിങ് എമൗണ്ട് ബിക്കംസ് എ ബാഡ് ഡെബ്റ്റ്സ് ഫോർ ദ ബിസിനസ്. ദ കോമ്പൗണ്ട് എൻട്രി. അപ്പൊ ഒരു ഹരീഷ് ആണ് ഡെബ്റ്റർ എന്ന് പറയുന്നത്. അയാൾ ബിസിനസ്സിൽ നിന്ന് 10,000 മേടിച്ചു, പക്ഷെ 8,000 ആണ് അയാൾക്ക് കൊടുക്കാൻ പറ്റിയിട്ടുള്ളൂ. ബാക്കി 2,000 ആണ് എന്ത് ബാഡ് ഡെബ്റ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഉള്ള കോമ്പൗണ്ട് എൻട്രി ഏതാണെന്ന് നോക്കാം. ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ, ബാഡ് ഡെബ്റ്റ്സ് അക്കൗണ്ട് ഡെറ്റർ ടു ഹരീഷ് അക്കൗണ്ട്. അപ്പൊ ബാങ്ക് അക്കൗണ്ട് എത്രയാണ്? 8,000 ആണ്. അതുപോലെ തന്നെ ബാഡ് ഡെബ്റ്റ്സ് അപ്പോൾ 10,000 രൂപയിൽ 8,000 അടച്ചു, ബാക്കി 2,000 ഉണ്ട്. അപ്പൊ 2,000 ആണ് ബാഡ് ഡെബ്റ്റ്സ്. ടു ഹരീഷ് അക്കൗണ്ട് എത്രയാണ്? 8,000 പ്ലസ് 2,000 10,000 ആണ്. ഇനി റെസിപ്റ്റ് ഓഫ് നരേഷൻ ആണ് നോക്കുക. റെസിപ്റ്റ് ഓഫ് 8,000 ഫ്രം ഹരീഷ് ആൻഡ് റിമൈൻ ഡ്യൂ എമൗണ്ട് ഓഫ് 2,000 ട്രീറ്റഡ് ആസ് ബാഡ് ഡെബ്റ്റ്സ്. അപ്പൊ 8,000 രൂപ ഹരീഷിൽ നിന്ന് റിസീവ് ചെയ്തു, റിമൈനിങ് എമൗണ്ട് 2,000 ബാഡ് ഡെബ്റ്റ്സ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. രണ്ടാമത്തെ, ഡിസ്കൗണ്ട് അലൗഡ് ആൻഡ് റിസീവ്ഡ്. To encourage a customer to pay the amount due before due date, the discount is allowed. This is called a cash discount. അപ്പോൾ ഒരു കസ്റ്റമറിനെ സംബന്ധിച്ചിടത്തോളം ഡ്യൂ ഡേറ്റിന് മുന്നേ അയാൾ ആ എമൗണ്ട് പേ ചെയ്യാൻ വേണ്ടി അയാളെ എൻകറേജ് ചെയ്യുന്ന ഒരു സംവിധാനമാണ് ഇത് ഡിസ്കൗണ്ട് എന്ന് പറയുന്നത്. അതാണ് ക്യാഷ് ഡിസ്കൗണ്ട് എന്ന് പറയുന്നത്. അങ്ങനെ ഡിസ്കൗണ്ട് റിസീവ് ചെയ്യുമ്പോഴുള്ള കോമ്പൗണ്ട് എൻട്രി ആണ് പറയുന്നത്. ഫസ്റ്റ് വൺ, ക്രെഡിറ്റർ അക്കൗണ്ട് ഡേറ്റർ ടു ബാങ്ക് അക്കൗണ്ട് ടു ഡിസ്കൗണ്ട് അക്കൗണ്ട്. അതുപോലെ തന്നെ രണ്ടാമത്തെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ സിമിലർലി വെൻ ക്യാഷ് ഡിസ്കൗണ്ട് ഈസ് അലൗഡ് ദ ജേർണൽ എൻട്രി വിൽ ബി, ക്യാഷ് ഡിസ്കൗണ്ട് കൊടുക്കുമ്പോഴുള്ള ജേർണൽ എൻട്രി ബാങ്ക് അക്കൗണ്ട് ഡേറ്റർ ഡിസ്കൗണ്ട് അക്കൗണ്ട് ഡേറ്റർ ടു കസ്റ്റമർ, അതായത് ഡെബ്റ്റേഴ്സ് അക്കൗണ്ട്.